വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആനി രാജയെ കൂടാതെ 2 പേരുകൾ കൂടി CPI പരിഗണിക്കുന്നു. സത്യൻ മൊകേരി, PP സുനീർ എന്നിവരാണ് പരിഗണനയിലുള്ളത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ കൗൺസിലിലാണ് 2 പേരുകൾ കൂടി ഉയർന്നത്. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, CPIയിലെ ചർച്ചകൾ എങ്ങനെയാണ്? ഇന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇപ്പോൾ 2 പേരുകൾ കൂടി, അതായത് ആനി രാജയ്ക്ക് ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആനി രാജയായിരുന്നു നേരത്തെ CPI വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളി എന്ന രീതിയിലായിരുന്നു ആനി രാജയെ CPI പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചേർന്ന ജില്ലാ കൗൺസിലിൽ 2 പേരുകൾ കൂടി ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. CPIയുടെ മുതിർന്ന നേതാവ് സത്യൻ മൊകേരി, CPI സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി PP സുനീർ എന്നിവരെ കൂടി മത്സരരംഗത്തേക്ക് പരിഗണിക്കണം, ആനി രാജയ്ക്ക് പുറമെ മത്സരരംഗത്തേക്ക് പരിഗണിക്കണം എന്ന ചർച്ച ജില്ലാ കൗൺസിൽ ഉയർന്നു. മറ്റൊരു വിഷയം, ജില്ലാ സെക്രട്ടറി EJ ബാബുവിനെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നെങ്കിലും അതിലൊരു അന്തിമമായ നിർദ്ദേശം വന്നില്ല. പക്ഷേ PP സുനീറിന്റെയും സത്യൻ മൊകേരിയുടെയും പേര് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഇക്കാര്യം സംസ്ഥാന നേതൃത്വം പരിഗണിക്കുമെന്ന് ബിനോയ് വിശ്വം ജില്ലാ കൗൺസിൽ അംഗങ്ങൾക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആനി രാജയ്ക്ക് പുറമെ 2 പേരെ കൂടി പരിഗണിച്ചിരിക്കുന്നു എന്നതാണ്. എന്തായാലും 26-ാം തീയതി അന്തിമമായൊരു തീരുമാനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. ഈ റിപ്പോർട്ട്